എന്റെ അമ്മേ. പുതിയൊരു ബാർ നമ്മളെ ലിസ്റ്റില്ലല്ലോ. ആറിനല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത് ആശുപത്രിയാണ്. ആശുപത്രി? നമ്മളെന്തിനാ ആശുപത്രിയില്ലെന്ന്? എനിക്കെന്താ അസുഖം? എനിക്ക് അടി കൊള്ളാത്തതിന്റെ അസുഖം. ഒന്നും മിണ്ടാതിരിക്കടോ. ആ സെക്യൂരിറ്റി അങ്ങനെ കണ്ടാ പിടിച്ച് പുറത്താക്കും. നമുക്കെന്തിനാ സെക്യൂരിറ്റി? നമുക്ക് ഒറ്റക്ക് പോവാലോ. താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഒരു പേഷ്യന്റ് ഇവിടെ മരിക്കാൻ കിടക്കുന്നു. അർജന്റായിട്ട് മരുന്ന് വാങ്ങാൻ വിട്ട് താൻ എവിടെ ആയിരുന്നു? ഏത് പേഷ്യന്റ്? പേഷ്യന്റ് സാറല്ലേ? ഇപ്പൊ പേഷ്യന്റ് ഞാനായി. പേഷ്യന്റ് ഞാനായി. സാറേ, അക്യൂട്ട് ട്രാക്കിയോ ബ്രോങ്കൈറ്റൽ സിൻഡ്രോം പിടിച്ച ഒരു പേഷ്യന്റ് അവിടെ മരിക്കാൻ കിടക്കുന്നു. മരുന്ന് മേടിക്കാൻ പോയ താൻ എവിടെ ആയിരുന്നു? എന്ത് മരുന്ന്? ഓ, മറ്റേ മരുന്ന്. ഊതാൻ എന്തിനു വേണം? വെള്ളം വെള്ളം വെള്ളം. എടോ, ഡോക്ടർ ഹരിപ്രസാദിന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലല്ലോ. അയാളുടെ പേര് താൻ ഇല്ലാതാക്കുമല്ലോ. ഏത് ഹരിപ്രസാദ്? ഇപ്പൊ ഡോക്ടർ ഹരിപ്രസാദ്. ഏത് ഹരിപ്രസാദ്? എടോ, ഡോക്ടർ ഹരിപ്രസാദിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിട്ടാണ് താൻ. നടക്കണോ നടക്കണോ? നെല്ല് സാറേ, ഇന്ന് ഡോക്ടർ ഹരിപ്രസാദ് രണ്ടിലൊന്ന് എന്റെ അന്ത്യം ഇന്ന്. നടക്കണോ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ബാലകൃഷ്ണോട് ചോദിച്ചത്. ഞങ്ങളിങ്ങനെ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതാ. അതെ അതെ, നല്ല കാറ്റാണല്ലോ വായിന്ന് വരുന്നത്. മദ്യപിച്ച് ലക്ക് കേട്ട് തോന്നുമ്പോ കയറി വരാൻ ഇറങ്ങിപ്പോകാനും ഇത് സത്രമൊന്നുമല്ല. ഞാൻ ഡോക്ടറോട് പറയട്ടെ? അയ്യോ സിസ്റ്ററെ, ഇതൊക്കെ എന്തിനാ ഡോക്ടറോട് പറയുന്നത്? പ്ലീസ്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സമ്മതിച്ച് ഞാൻ അല്പം കുടിച്ച് ഞാനൊരു കമ്പനി കൊടുത്തു. ബാലകൃഷ്ണൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. മറക്കുന്നില്ല സിസ്റ്ററെ, അതുകൊണ്ടല്ലേ സ്വല്പം കുടിക്കുന്നേ. സിസ്റ്റർക്ക് അറിയാമല്ലോ മരണത്തെ കാത്തു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ. സത്യം പറയാമല്ലോ സിസ്റ്ററെ, ആകെ കൂടിയുള്ള ഒരു ആശ്വാസം മാലാഖമാരെ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ സുന്ദരമായ മുഖം കാണുമ്പോഴാണ്. തീർച്ചയായിട്ടും ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അതെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ അല്പം കുടിച്ചുപോയി. അത് തെറ്റാണെന്ന് സിസ്റ്റർ പറയൂ? ഈ നിൽക്കുന്ന വർഗീസ് പറയൂ? ഇതൊക്കെ പറഞ്ഞ സിസ്റ്റർക്ക് മനസ്സിലാവും, പക്ഷെ ഡോക്ടർ ഹരിപ്രസാദിന് മനസ്സിലാവില്ല. കാരണം മനുഷ്യ ശരീരത്തെ കീറിമുറിക്കുന്ന അയാളുടെ മനസ്സ് പച്ചമാംസവും ചോരയും കണ്ട് മരവിച്ചിരിക്കുക. ബാലകൃഷ്ണ, ഇതുകൊണ്ടൊന്നും മതിയാവില്ല കേട്ടോ. നമുക്ക് ശരിയാക്കാം. ബാലകൃഷ്ണ, എല്ലാവർക്കും കൊടുത്തു, എനിക്കില്ലേ? ഒന്ന് വഴിവിടൂ, വഴിവിടൂ, മാറും. സാർ, എന്തു പറ്റി ബാലകൃഷ്ണ? ഒന്നുമില്ല, ഒരു തലയിറക്കം. സാർ ആശുപത്രി പോകണോ? വേണ്ട. അല്ല, വല്ല വിഷമം തോന്നുന്നുണ്ട് ആശുപത്രി പോയി അഡ്മിറ്റ് ആവേ. അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം മാനേജർ സാർ ഒന്ന് നോക്കിക്കോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടെന്ന്. കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തോളൂ, അതാ നല്ലത്. സാർ ജോലി ചെയ്തോളൂ. ഐ എം ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. തെറ്റി തെറ്റി, എണ്ണം തെറ്റി. സാർ ഡെന്റൽ. ബാലകൃഷ്ണ, സാർ, ബാലകൃഷ്ണ, എന്തു പറ്റി ബാലകൃഷ്ണ? ഇവിടെ നിൽക്കണ്ട, അകത്ത് വാ. എന്താ ചേട്ടാ? ത്രിസന്ധ്യ നേരത്ത് നീ എന്തിനീ വാതിലൊക്കെ കൊട്ടി അടയ്ക്കുന്നേ? നിനക്ക് എന്ത് പറ്റി? അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു.
ആര്? ആ എബി എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നോട് സംസാരിക്കുകയും ചെയ്ത്, പിന്നെ എങ്ങനെയാ തോന്നലാവുന്നത്? എന്നാ പിന്നെ അവന്റെ ഗോസ്റ്റ് ആയിരിക്കും. അതാ ഞാനും പറഞ്ഞത്. എന്റെ ഭഗവതി, കണ്ട അവൻ നിൽക്കുന്നുണ്ടാ? അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. എവിടെ? അവിടെ ഒന്നും കാണുന്നില്ലെന്നേ. അവിടെ ഉണ്ട്. ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നീ കാണുന്നുണ്ടോടാ? ഇല്ല. ഒന്ന് പോയി നോക്കിയ മക്കളെ. നീ കഥ നടക്കരുത്. ഇവിടെ ആരെയും കാണുന്നില്ല അമ്മേ. അവന് വെറുതെ തോന്നിയായിരിക്കടാ മോനെ. ഓവർഡോസ് ഉള്ള ഒരുപാട് മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ആയിരിക്കും. അയ്യോ, എവിടെ? അവിടെ നിൽക്കുന്നുണ്ടാ? അവിടെ ഒന്നും ആരുമില്ലടാ മോനെ. നിനക്ക് വെറുതെ തോന്നുന്നു. നീ ഒന്ന് അകത്ത് പോയി. അല്ലമ്മേ, ആ വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടു. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ്. തന്നെ ഞാൻ എന്ത് ശല്യം ചെയ്തു? ഇവിടെ വന്നോ? ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായല്ലോ. അവൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ ബാലകൃഷ്ണ, എന്താ ഇത്? ഡോക്ടർ അവൻ ഈ കസേരയിൽ ഇരിപ്പുണ്ട്. അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. Come on, relax. Yes. എടോ, തന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഓവർ എക്സഷനും മെന്റൽ ടെൻഷനും ഒന്നും പാടില്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. മെന്റൽ ടെൻഷൻ ഉണ്ടാക്കുന്ന താനല്ലേ എന്നെ ഇടം വലം തിരിയാൻ വിടാതെ പിടിച്ചിരിക്കല്ലേ. എന്റെ ദേഹത്തോടരുത്. ഡോണ്ട് ടച്ച് മീ പ്ലീസ്, ലീവ് മീ അലോൺ. ഓക്കെ, കൂൾ ഡൗൺ ആൻഡ് റിലാക്സ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാ പുറത്ത് വെയിറ്റ് ചെയ്യ്. താങ്ക് യു. നിന്നെ ഞാൻ അവൻ പോയാ? ബാലകൃഷ്ണൻ ആരെയും നോക്കുന്നത്? താൻ ഇതിനകത്തും കയറിയോ? എന്താ സാറേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളഞ്ഞില്ലേ? പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണോ? സാർ ആരോടെ സംസാരിക്കുന്നത്? തന്നോടല്ലോ, ഇയാളോടാ സംസാരിച്ചത്. ബാലകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദരൻ, എന്നെ വെറുതെ വിട്ടാരാ. തനിക്ക് എന്താ വേണ്ടത്? കാശാണോ? കാശാണേ പറ. ബാലകൃഷ്ണ, ഇനി എനിക്ക് എന്തിനാടോ കാശ്? പിന്നെ എന്താ എനിക്ക് വേണ്ടത്? നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തണ്ടേ? കോംപ്രമൈസ് ഉള്ള ഒരു പുല്ലുമില്ല. താൻ ഇറങ്ങിപ്പോടോ. ഇത് ഞാൻ പിടിച്ച ഓട്ടോ. തനിക്ക് വേണമെങ്കിൽ വേറെ ഓട്ടോ പിടി. തന്നോട് ഇറങ്ങാല്ലേ പറഞ്ഞു. ഇറങ്ങണോ? സാർ ഒന്നിറങ്ങി. എന്താ? എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാം. ദൈവത്തോടത്തുനിന്ന് ഇറങ്ങി തന്നാട്ടെ. ഒന്ന് ഇറങ്ങട്ടോ. ഓ ഏയ്, ഇറങ്ങിക്കോ. വേണ്ട, തന്റെ സഹായം ഒന്നും വേണ്ട. എന്താ കാര്യം? ഇത് വട്ടന്മാരക്കാരൻ ഓട്ടോ അല്ല. വല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക്. താനെന്താ ആളെ കളിയാക്കുവാണ്? തലയ്ക്ക് സുഖം വല്ല പ്രാദേശിക കിടക്കണോ? തലയ്ക്ക് സൂലാതെ തനിക്കാണോ? വണ്ടി നിർത്തണോ? ബാലകൃഷ്ണ, ഞാൻ കൂടെ നടക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഒരു പ്രേതം കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ആർക്കാലും പ്രശ്നം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ആയുഷ്കാലം മുഴുക്ക താൻ എന്റെ കൂടെ നടക്കാൻ പോവാ? എത്ര കാലം കൂടെ നടക്കണം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ ഒപ്പം നടന്നേ പറ്റൂ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അടിച്ച് ഞാൻ നിന്റെ ചെവുക്കല്ല് പൊട്ടിക്കും. ചിരിക്കുന്നോ? എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേഷ്യം വന്ന മഹാപിഴയാണ് ഞാൻ. തെണ്ടിയാണ്, ചെറ്റയാണ്. മര്യാദക്കെങ്കിൽ മര്യാദ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഒറ്റ ചവിട്ടിയാൻ വെച്ചോണ്ടല്ലോ. എന്നാ ചവിട്ട്. കുറെ നേരമായല്ലോ താനോട് കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? സോറി. സോറിയോ? തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിൽ പോയി കിടക്കണോ? ഈ ബഹളമൊക്കെ കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ? വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ. നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? നമ്മൾ തമ്മിലല്ലേ പ്രശ്നം? ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? എന്ത് ബന്ധം? ആഹാ, അപ്പൊ അതും മറന്നോ? തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയമാ. ഓഹോ, ഒരു ഹൃദയം തന്നെന്നുള്ള അധികാരമായിരിക്കും. ആർക്ക് വേണോളോ തന്റെ പൊട്ട ഹൃദയം? കൊണ്ടുപോയി പുഴുകി തിന്ന്. സോറി സിസ്റ്റേഴ്സ്. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ആ ഇതെന്തൊരു ഉറക്കാത്? നേരെ എത്രയെന്ന് അറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു. എടോ താൻ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോട് ആരാ മുറിക്കകത്ത് വരാൻ പറഞ്ഞത്? എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല. പ്രേതങ്ങളൊക്കെ പുറത്ത് നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലവാ. ഉറങ്ങിക്കോ. ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യന്റെ സൗകര്യം നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉണരുകയും ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ എനിക്ക്. താനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയം ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു കൈ നിറോ, കൈ നിറോ, ഓടോ, കൈ ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസത്തെ വിഷമമൊക്കെ കാണുള്ളൂ. പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക് നടക്ക് നടക്ക്. ആദ്യ എക്സസൈസ് നടക്ക്. തള്ളാണോ? ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട. ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനത് എന്ത് പറ്റി? 1 2 3
കൈതട്ടി. ഓ, പോടോ അവിടുന്ന്. ഇനിയും ഓ, 5, 6, മതിയാ പോരാ 7. മതിയാ മതി. അല്ല സാറേ, ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം? ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അതല്ലേ എന്റെ പ്രശ്നം. അതെന്താ നിങ്ങളെ പേഴ്സണൽ പ്രേത? എടോ, അതാണോ ഹൃദയബന്ധം. അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ മരിച്ചുപോയ പലരെയും നമുക്ക് കാണാലോ. അവരുടെ ഹൃദയത്തിൽ നമുക്ക് വെച്ചാ പോരെ? അല്ല, അങ്ങനെ സംഭവിച്ചൂടാ ഇല്ല. ശാസ്ത്രം വളരെയല്ലേ. എടോ, മണ്ടത്തരം പറയാതോ. ഉള്ള പ്രയത്നം എങ്ങനെയും ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പുതിയ പ്രയത്തെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഒരു ഒലക്കയുടെ പ്രശ്നം റിസ്ക് ആണ്. ചിലപ്പോ സമാധാനം പറയേണ്ടി വരും. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ, ഓ പ്രേതങ്ങൾ ഉറങ്ങാറില്ലല്ലോ, വേണ്ട, ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല, ഒറ്റയ്ക്കിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ ചെന്ന് അവൻ കാണാതെ തലക്കൊരൊറ്റടി, ഒറ്റടിക്ക് തീരണം. ഒരിക്കൽ ചത്തതുകൊണ്ട് അല്ലയോടോ പ്രേതമായത്. പിന്നെങ്ങനെയാ കൊല്ലുന്നത്? ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ. നിക്ക്, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. താൻ ഇവിടെ നിന്ന് ആലോചിച്ചോ. അല്ല നിക്ക്, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? എബി. അപ്പൊ നസ്രാണി. പിന്നെ എളുപ്പല്ലേ? എങ്ങനെ? കുരിശ്. കുരിശ? അതെ, ഒരു കുരിശ്. കുരിശ് കണ്ടാൽ ഏത് നസ്രാണി പ്രേതവും പേടിക്കും. In the name of Jesus Christ, go away from this house. Come on, go away from this house. ഏയ് ബാലകൃഷ്ണ, മാറ്റി പിടിക്കേ. ആവശ്യമില്ലാത്ത പണി വേണ്ട. അപ്പൊ പേടിയുണ്ടല്ലേ? Hail Mary, full of grace, the Lord is with thee. Blessed art thou and blessed is the fruit of thy womb, Jesus. ബാലകൃഷ്ണ, അത് ആവശ്യമില്ലാത്ത കളി വേണ്ട. കുരിശ് കണ്ടാൽ ഏത് ക്രിസ്ത്യാനി പ്രേതവും പേടിക്കും. അതാണ് നിയമം. വലിയ ഡ്രാക്കുള പേടിച്ചിരിക്കുന്നു. പിന്നല്ലയോ ഡൂക്കിലിത്താൻ. വേണ്ട വേണ്ട, മാറ്റ് ബാലകൃഷ്ണ. ഒഴിഞ്ഞു പോ. കൊളേസ്യർക്കുള്ള ലേഖനം 3-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷം നിന്റെ ജീവൻ ദൈവത്തോടു കൂടി മറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് താൻ മാത്രം എന്തുവാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ബാലകൃഷ്ണ, തന്നെ ഒതുക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒല്ലൂർ പള്ളിയിൽ വെഞ്ചരിച്ച കുരിശാണത്. കർത്താവേ, ശക്തി തരണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഗോ അവേ ഫ്രം ദിസ് ഹൗസ്. ഐ സേ ഗോ. ബാലകൃഷ്ണ, ബ്രോ, തന്നോട് കുടിക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല? താൻ പോടോ. ഈ അവസ്ഥയിൽ താൻ കുടിക്കാൻ പാടില്ല ബാലകൃഷ്ണൻ. വിഷമം വന്നാൽ ആരായാലും സ്വല്പം കുടിക്കും. വിഷമം വരുമ്പോ കുടിക്കാൻ താനാര്? ദേവദാസോ? ജീവിച്ചിരിക്കുമ്പോഴേ ഇതിനേക്കാൾ ഒരുപാട് ദുഃഖം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കുടിച്ച് കൂത്താടിരുന്നെങ്കിലേ ഇന്ന് ഈ ഹൃദയം കൊണ്ട് തനിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമായിരുന്നോ? തന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ കുടിക്കും, തോന്നിയ പോലെ നടക്കും. ബ്രോ, അത്രയ്ക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വിടാല്ലോ പറഞ്ഞത്. ചവിട്ടും ഞാൻ. എന്റെ പേഴ്സണൽ കാര്യത്തിനെ ഇടപെടരുത്. ബാലകൃഷ്ണ, ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം. അത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത്. ചാവട്ടോ, ചാവാൻ വേണ്ടിയാ ഞാൻ കുടിക്കുന്നു. ഞാൻ കുടിക്കും. അത്രയ്ക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്താണോ കാണിക്കണേ? മനുഷ്യന് കഴിക്കാനും സമ്മതിക്കില്ല. സോറി. സമാധാനമായല്ലോ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, പുറകെ വരരുത്. എന്റെ പുറകെ വരരുത്. ബാലകൃഷ്ണ, ദേഷ്യപ്പെടരുത്. ബാലകൃഷ്ണൻ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത്. ഇന്നും ബസ് ലേറ്റ് ആവോ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ? നിന്റെ തീരുമാനം എന്താ? പിണങ്ങിയോ? പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ ദുഃഖം എന്റെയും കൂടി ദുഃഖമല്ലേ? സത്യം പറഞ്ഞ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. നീ വിഷമിക്കാതിരി. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് ചിരിച്ചേ. സ്മൈൽ. ഏതായാലും ഇവിടെ നിൽക്കണ്ട, വീട്ടോട്ട് പോകാം. ആരുടെ വീട്ടിലേക്കാണ് പറഞ്ഞത്? അനാവശ്യം പറയുന്നോ? ഞാൻ കുട്ടിയോടല്ല സംസാരിച്ചത്. പിന്നെ വേഷം കെട്ട് കയ്യിലിരിക്കട്ടെ. തന്നെ പോലുള്ള ആൾക്കാരെ ദിവസം ഞങ്ങൾ കാണുന്നതാ. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അത്രക്കാരനല്ല. നീ എത്രക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. 8 o'clock മുതൽ 8:30 വരെ ജോസ് ജംഗ്ഷൻ, 8:35 മുതൽ 9 o'clock വരെ മേനക, 9 o'clock മുതൽ 9:30 വരെ വിമൻസ് കോളേജ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം. നീയാണല്ലടാ ഈ സ്ഥലത്തെ മെയിൻ പൂവാലൻ. അയ്യോ സാർ, ഞാൻ പടാ ഇങ്ങോട്ട്. വരാൻ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ബലം പ്രയോഗിക്കുന്നു. അത് കുഴപ്പക്കാരനാണ്. ഇപ്പൊ താൻ കൂടെ നടക്കുന്നതിന്റെ പ്രശ്നം മനസ്സിലായല്ലോ. എന്താ? അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സാറേ. കുട്ടികൾക്ക് ഇനി ഏത് പാതിരാത്രിയിലും ഇവിടെ ബസ് കാത്തു നിൽക്കാം. പഴയ എസ് ഐ അല്ല, ഈ പുതിയ എസ് ഐ. ഈ സിറ്റി ഒന്ന് പിടിച്ച് കുലുക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. ഇന്ന് വിളി. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, MLA ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക്.
അവരെന്നെ വിളിച്ചിട്ട് വേണം നിന്നെ വിടാൻ പറ്റില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ. എന്നിട്ട് വേണം അതിന്റെ പ്രത്യാഘാതങ്ങൾ എനിക്ക് നേരിടാൻ. സർ, ഇവരാരെയും എനിക്ക് പരിചയമില്ല. പരിചയം ഇല്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാടാ നീ പെമ്പിള്ളേരെ കമന്റ് അടിക്കാൻ പോയത്? സാർ എന്നെ വിശ്വസിക്കണം, ഞാൻ കമന്റ് അടിച്ചിട്ടില്ല. അറിയാം, എല്ലാം എനിക്കറിയാം. നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലുകളിൽ നിരന്തരമായി ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത് നീലടാ. അയ്യോ സാർ, കഴിഞ്ഞ ബുധനാഴ്ച മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചന്തിക്കിട്ട് തോണ്ടിയത് നീലടാ. അയ്യേ, ഞാനോ? അതെ, നീ തന്നെ. സർ, ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഓഹോ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെറ്റത്രവും കാണിക്കാമെന്നാണോ? സർ, ഞാനൊരു ഹൃദ്രോഗിയാണ്. നീ ഒരു ഞരമ്പ് രോഗിയാണ്. എന്റെ ഹൃദയം മാറ്റിവെച്ചതാണ്. എവിടുന്ന് എവിടത്തേക്ക് മാറ്റിവെച്ചു? ആദ്യം നിന്റെ ഹൃദയം നിന്റെ തലക്കകത്തായിരുന്നോ? സർ, യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാറ് കണ്ട പെൺകുട്ടികളടുത്ത് ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അതല്ലേ നീ? അതല്ല സാർ, എന്റെ അടുത്ത് വേറൊരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അതല്ലേ ഞാൻ? സാർ, നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരുത്തൻ കൂടി ഉണ്ടായിരുന്നു. ആൻ ഇൻവിസിബിൾ മാൻ, അദർശ്യൻ, അരൂപൻ, ആത്മാവ്. ഞാൻ ആ ആത്മാവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. എന്താ നിന്റെ പേര്? ബാലകൃഷ്ണൻ. അപ്പൊ ബാലകൃഷ്ണൻ ആത്മാവായിട്ട് സംസാരിക്കാറുണ്ടല്ലേ? ഉണ്ട് സാർ. ഒരു തവണ സംസാരിച്ചാൽ എത്ര നേരം നീണ്ടുക്കുക സംസാരം? അങ്ങനെയൊന്നും ഇല്ല സാർ. അല്ല, ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ആട്ടെ, നിന്റെ ഈ ആത്മാവ് അനുസരണശീലമുള്ള ആത്മാവാണോ? അതെ. അപ്പൊ നീ എന്ത് പറഞ്ഞാലും ആത്മാവ് അനുസരിക്കും? അനുസരിക്കും. എടാ ബാലകൃഷ്ണ, കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ആത്മാവ്, പ്രേതം എന്നൊക്കെ പറഞ്ഞ് ചാത്തനേറ് നടത്തലല്ലടാ നിന്റെ പരിപാടി. സാർ, ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഹൃദ്രോഗി, ഹൃദയം മാറ്റിവെച്ചവൻ, ആത്മാവുമായിട്ട് സംസാരിക്കുന്നവൻ, പറക്കും സ്വാമി, ഹടയോഗി, ഒലക്കയുടെ മൂട്, ഇങ്ങനെ പലതും പറഞ്ഞ് ഭ്രാന്തഭിനയിച്ചാൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ബുദ്ധി ആരാടാ നിനക്ക് ഉപദേശിച്ചു തന്നത്? വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്നെ വെച്ച് ഞാൻ തെളിയിക്കും. ബാലകൃഷ്ണ, പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി. ഇടിച്ചകത്താക്കണോ ഇവനെ? സാർ, ആ പൂവാലിനെ മുറിയിലോട്ട് കൊണ്ടുപോവാ. ഇറങ്ങി വാടാ. ഇനി പറ, കേരളത്തിൽ എവിടെയൊക്കെ താൻ ചാത്തനേറ് നടത്തിയിട്ടുണ്ട്? അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കവിതയല്ല സാർ. കവിതയോ? ഉവ്വ്. ഞാൻ ആ കവിത ചൊല്ലുമ്പോ സാറ് ചിലപ്പോ ഞെട്ടും. ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ സാറ് വിശ്വസിച്ചില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ അതേ ആത്മാവ് സാറിന്റെ കിടപ്പുമുറിയിലുണ്ടായിരുന്നു. ബാലകൃഷ്ണ, പിന്നെയും പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും. ആകാശ ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലെന്നോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി, പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും മർത്യൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സകയാം ഭൂമി ദേവിക്കെന്നും എന്നും സാർ, പോലീസ് മേളയുടെ ഡേറ്റ് അറിയിപ്പിച്ച ഞാനും വരാം സാർ. സാർ ഇത് സ്റ്റേജിൽ പാടുന്ന എനിക്കും കാണണം. സോമ, ഇവനെ ഇന്നലെ രാത്രി ലോക്കപ്പ് നിറക്കി വിട്ടോ? ഇല്ല സാർ. ഭാര്യ എത്ര എതിർത്താലും സാർ ഇനിയും കവിത എഴുതണം. സാറിന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് അത്യന്താധുനിക കവിതയ്ക്ക് കിട്ടിയ ചെറിയൊരു അടിയാണെങ്കിലും സാറ് പിന്മാറൻ. പിന്നെ ഭാര്യയും കുറ്റം പറയാനൊക്കത്തില്ല. സാറ് പ്രകോപിപ്പിച്ചോണ്ടല്ലേ സാറിനെ അവർ പിടിച്ച് തള്ളിയത്. മുറിവിന് ആരം കൂടുതലുണ്ടോ സാർ? എന്താണ് ഭഗവാൻ ഇതൊക്കെ? സാർ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കണം. എന്റെ കൂടെയുള്ള ആത്മാവിന്റെ ശരീരത്തെ ആരോ ആക്രമിച്ച് നശിപ്പിച്ചാണ്. ആ അക്രമിയെ കണ്ടുപിടിക്കാൻ സാറിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. സത്യം പറ, എന്റെ കവിത താൻ എവിടുന്ന് കണ്ടു? ഇന്നലെ രാത്രിയിൽ വീട്ടിലിരുന്ന് സാർ എഴുതിയ കവിത ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഞാനെങ്ങനെ കാണാനാ? ആദർശനായ എന്റെ സുഹൃത്താണ് എല്ലാം കണ്ടത്. ആൻ ഇൻവിസിബിൾ മാൻ ക്യാൻ ഗോ എനിവെയർ ആൻഡ് സീ എവറിത്തിങ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ തെളിവ് ഇനിയും തരാം. സാറിന്റെ നെറ്റിയിലെ ഈ മുറിവ് കണ്ട് സാറിന്റെ ഭാര്യ അന്താളിച്ചതും മാപ്പ് പറഞ്ഞതും പിന്നീട് കോംപ്രമൈസായി കട്ടിലിൽ ഒരുമിച്ച് ഒരു 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 സാറ് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പ്രേതം ആള് മാന്യനായതുകൊണ്ട് ബാക്കി കാണാൻ നിന്നില്ല. മൈ ഗോഡ്, എവിടെ ഉണ്ടോ തന്റെ പ്രേതം? ഇടിച്ച് ഞാൻ അവന്റെ... ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദാ ഇവിടെ. സത്യമാണോടോ ഇതൊക്കെ? സത്യമാണ് സാർ. അപ്പോ അയാൾ എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടെന്നാണോ? ദേ വടി വടി പോലെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. ഇപ്പൊ സാർ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു. ഇപ്പൊ സാറ് വയറ്റിലാണ് കുത്തിയത്. അയ്യോ, അത് വടി നെഞ്ചിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നെഞ്ചിലെത്തി. അതിപ്പോ കഴുത്തിന്റെ ഭാഗത്തെത്തി കഴിഞ്ഞു. ഇപ്പൊ സാറ് വടി കൊണ്ട് കുത്തി അവന്റെ വായിലാണ്. കണ്ണ് 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 കണ്ണിക്കുത്തല്ലേ, കണ്ണിക്കുത്തല്ലേ. അയ്യോ സാർ, നെറ്റി നെറ്റി നെറ്റി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ,
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻ എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം. നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിലേ പത്രം നാറി. ഇനി ഇവരെ ബാംബെക്ക് കൂടെ അയച്ചാ ആ നാറ്റം ബോംബെ വരെ എത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. കയ്യടി. താങ്ക് യു താങ്ക് യു. കൈയും വീശി ഇനി പോന്നല്ലയോ? ഒരു ബൊക്ക കൂടെ വാങ്ങിച്ചോട്ട് വന്നുകൂടായിരുന്നോ? ദരിദ്രവാസി. നീ എന്താടാ ബോംബെയിൽ പൂക്കച്ചവടം നടത്താൻ പോകുന്നോ? ഒരു പടം വാങ്ങിച്ചാൽ അർദ്ധരാത്രി പിടിക്കാൻ. എന്റെ അമ്മോ, അസൂയ അസൂയ. അത് തന്നെയാണ് അസൂയ തന്നെ. ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ. Passing the travel to Bombay. ഗുഡ് ബൈ. Please report immediately at the security check. Last and final call for Mr. Anil Kumar. ബൈ 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 ബൈ. Passing the travel to Bombay. താങ്ക് യു. Please report immediately at the security check. അളയാ ഗുഡ് ബൈ. ഇലീനയുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ പണ്ടങ്ങോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ്. മതി പ്രേസ് ചെയ്തു. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ഹലോ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നീ എന്നെ റിസീവ് ചെയ്യാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കെ, ഞാൻ അല്പം ബിസിയാണ്. ഹലോ, ഐ ആം അനിൽ. ഐ എം എലീന. ഞാനും ശ്യാമും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണ്. ഐ സീ. അത്രയ്ക്ക് വലിയ ക്ലോസ് ഒന്നും അല്ല. നീ പറഞ്ഞാൽ മതി, ഞാനങ്ങ് സമ്മതിക്കും. പോടാ. ഇരിക്കൂ. ഇരിക്കെ ഇരിക്കെ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. എനിക്കൊരു ഇന്റർനാഷണൽ അവാർഡ് പിന്നെ എന്റെ ഭാവി വധു മിസ് എലീന. ഭാവി വധു. ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും. ഞങ്ങൾക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രൈവസി ഇടാൻ നന്നായിരിക്കും. അതിനെന്താ, സംസാരിച്ചോളൂ. നമ്മൾ തമ്മിൽ ഒരു പ്രൈവറ്റ് കാര്യമില്ലെന്ന് എലീനയ്ക്കറിയാം. എലീനെ തെറ്റിദ്ധരിക്കുന്ന നീ പറഞ്ഞോ? നമ്മൾ തമ്മിൽ എത്രമാത്രം ക്ലോസ് ആണെന്ന് എലീനയ്ക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി. ഞാനൊന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. വീട്ടിലുണ്ടാവുമെന്നാ പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ എവിടെ നോക്കിച്ചളിയാ? കണ്ടാ കൊള്ളാവുന്ന ആണുങ്ങളെ പെമ്പിള്ളാർ നോക്കും. അതിന്റെ ഇടയിൽ കയറി വന്ന് കൊളാക്കുന്ന വൃത്തിയോടെ കേട്ടോ. എവിടെ? അല്ല, എന്റെ മോതിരവും വാച്ചും ഒക്കെ താഴെ പോയി. ഇന്ദു എന്താ ഇവിടെ? ഫ്ലൈറ്റ് ടൈം മാറ്റിയത് കൊണ്ട് പുതിയ ടൈം ഞാൻ ഓർത്തില്ല. ഇപ്പൊ അല്പം നേരത്തെയാണ്. ഐ ആം അനിൽ ഫ്രം ബോംബെ. ഇതെന്റെ ഭാവി വധുവായിരിക്കും. എങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവൻ എന്റെയും എനിക്ക് അവന്റെയും മനസ്സ് നല്ലപോലെ അറിയാം. ഇദ്ദേഹം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്റെ Horses flying to Calcutta, report immediately. എനിക്ക് പോവാൻ സമയമായി. Sorry, horses flying to Calcutta, പുതിയ ഷെഡ്യൂൾ ആയതുകൊണ്ട് കറക്റ്റ് സമയം പറയാൻ ഓർത്തില്ല. ഓക്കേ, സീ യു. ബൈ. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോ എനിക്ക് പോകാൻ സമയമായി. See you soon. ഓക്കേ, ഹാപ്പി ജേർണി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ. നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. ഞാൻ എന്റെ കംപ്ലീറ്റ് ലഗേജുമായിട്ട് അളിയന്റെ വീട്ടിലോട്ട് വരാം. എന്നിട്ട് അവർ നമുക്ക് നിർത്തിന്ന്. എടാ, ഫ്രോഡ് പണി കാണിച്ച് ഒറ്റയ്ക്ക് ഞണിഞ്ഞ് ബോംബെക്ക് പോയില്ലേ? അന്ന് അളിയനും മച്ചപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി നിർത്തി. ഇനി നീയായി നിന്റെ പാടായി, ഞാനായി എന്റെ പാടായി. ഗുഡ് ബൈ. അളിയാ, അളിയന്റെ ബിൽ. ശ്യാമണ്ണന്റെ ഒരു സമയം എന്നല്ലാണ്ട് എന്തോ പറയാൻ. കലക്കൻ ഒരു ഫ്ലാറ്റ്, 3 അലുവ പോലത്തെ ചരക്കുകൾ, ആകപ്പാടെ ഒരു ഗ്ലാമറുകൾ തന്നെണ്ടാ. ഓഹോ, എനിക്ക് അവനെ കാണാൻ കൊതിയായി. വന്നിട്ട് ഇതുവരെ കണ്ടില്ലേ? അതെങ്ങനെ? താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ? എന്റെ കുട്ടപ്പ, എത്ര രാത്രികൾ അവനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ബോംബെയിൽ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അയ്യോ കഷ്ടം. എനിക്ക് അവനെ കാണാൻ ധൃതിയായി.
അതിന് ഓഫീസിൽ പോയാ പോരെ. വരുന്ന വഴിയല്ലേ കുട്ടപ്പ, ഇങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാ നോക്കൂ. എനിക്ക് അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടാ മതി, അവനെ കണ്ടതുപോലെയാണ്. എനിക്ക് ധൃതിയായി കുട്ടപ്പ. കുട്ടപ്പൻ കൈ കാറി കയറി പറയാം, എല്ലാം പറയാം. കേറ്. ഇതാണ് സാക്ഷാൽ ഡിക്കമ്മായി. അവൻ എഴുതിയിരുന്നത് പോലെ തന്നെ. നിങ്ങൾ ആരാ? അനിൽകുമാർ. എന്ന് വെച്ചാ നമ്മുടെ ശ്യാമണന്റെ ക്ലോസ് ഫ്രണ്ടാ, അങ്ങ് ബോംബെന്ന് വരിക. ഞാനിന്ന് വരുന്നു എന്ന് അവനെ അറിയിപ്പിച്ചിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എയർപോർട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ കൂടെ ചളവാക്കിയനെ. അല്ല, സ്നേഹം കൊണ്ടാണേ. അല്ല, അതെണ്ണം പറഞ്ഞ ശരിയാ. ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവൻ എനിക്ക് എഴുതി, നീ വന്നാൽ എന്നോടൊപ്പം താമസിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുന്നൊക്കെ. സ്നേഹത്തിന്റെ ഒരു ഡെപ്തേ. നിങ്ങൾക്ക് താമസിക്കാൻ ഏത് മുറിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് മുറിയാന്നാ പറഞ്ഞത്? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലേ? അല്ല, അതിനെ നിങ്ങളമ്മ കണ്ടില്ലല്ലോ. അതാ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചി ഏത് മുറി എന്നാലും മതി, അവൻ ഏത് മുറിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തവൻ വന്നിരിക്കുന്നു. എന്താ? ഏയ്, ഒന്നുമില്ല. ഇത് ശ്യാമിന്റെ ഓഫീസ് ബെഡ്റൂം, ഇത് അദ്ദേഹത്തിന്റെ ഡേ ബെഡ്റൂം, ഇത് നൈറ്റ് ബെഡ്റൂം, അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബെഡ്റൂം. ആകെ ഒരു ലോഡ്ജ് മാതിരി ഉണ്ടല്ലോ, നേരത്തെ പിടിച്ച് ബെഡ്റൂം. അതിന്റെ ആവശ്യം കുറച്ചുകൂടെ കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കാം. അവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അവന്റെ പേഴ്സണൽ ബെഡ്റൂം തന്നെ ഉപയോഗിച്ചാൽ. നീ വയ്ക്കൂ. കയ്യും വീശിയോ? പോക്കറ്റിൽ കുറച്ച് രൂപ ആയിരിക്കും, മുഴുവൻ എടുത്തു. 2 രൂപയോ? എന്താ പോരെ? പഴയ എച്ചിത്തര എപ്പോഴും വിട്ടു മാറിയിട്ടില്ല അല്ലേ? ഇതും കൂടെ നിങ്ങൾ വെച്ചോ. നീ പോരെ. പോണ വഴിക്കേ ഞാൻ ശ്യാമണനെ കണ്ട കാശ് വാങ്ങിച്ചോളാം. നിങ്ങൾ എവിടെ കൊണ്ടാക്കി വരും പറഞ്ഞോളാം. നീ വാടേ. ഉപകാരം ചെയ്തില്ലേ ഉപദ്രവം ചെയ്യാതെ. നീ നിന്റെ പണി നോക്കണേ, പോടെ. അല്ല, എനിക്കിത് വേണം. ആരാണ് താൻ? എന്ത് ധൈര്യത്തിലാണ് എന്റെ ദേഹത്ത് തൊട്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? അത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇതെന്റെ വീടാണ്. ഓഹോ, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടാണ്. ഓഹോ, അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്യാമിന്റെ ഭാവി വധുവാണ്. ഓഹോ, എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ? എന്നിട്ടാണോ ഒരു അന്യപുരുഷനായ എന്നെ നിങ്ങൾ കയറി കെട്ടിപ്പിടിച്ചത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്യാമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ കെട്ടിപ്പിടിച്ചു? ശ്യാമാണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആശ്ലേഷിച്ചത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണാണെന്ന്? ഞാൻ വിചാരിച്ചു ശ്യാം ചിരിച്ചതാണെന്ന്. പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റി. പക്ഷെ ഒരു ചെറിയ തെറ്റ് ചിലപ്പോൾ മറ്റൊരു വലിയ ശരിയിലേക്കുള്ള വഴികാട്ടിയായി. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട്. ശ്യാമാണെന്ന് കരുതിയിട്ട് തന്നെയാണോ സത്യത്തിൽ നിങ്ങളിത് ചെയ്തത്? എങ്കിൽ ഞാൻ മാപ്പ് തരാൻ ഒരുക്കമാണ്. മാപ്പ് തന്നാൽ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം. സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിലൊന്നും വായികയില്ല. പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? അതുകൊണ്ട് 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 മാത്രമല്ല, എല്ലാം കൊണ്ടും ഐ ലവ് യു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാഡം, ഞാൻ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം
ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ശ്യാം അവളെ ലവ് ചെയ്യുന്നു എന്നാണോ അർത്ഥം? അല്ല, ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെ പറ്റി ഞാൻ മനസ്സിലായി മനസ്സിലായി, വിഷമിക്കണ്ട. അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഞാൻ ആരുടെയും അമ്മച്ചിയല്ല. അല്ല, പ്രായം കൊണ്ട് ഒരിക്കലുമല്ല. പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായി അമ്മച്ചി എന്ന് വിളിക്കും. ദാ ഇനി ആവർത്തിക്കില്ല. ആ, അമ്മായി നേര് പറ. അമ്മായിക്ക് എത്ര വയസ്സായി? 30ഓ 32ഓ? അതില് കൂടുതലൊക്കെ ഉണ്ട്. ഏതായാലും 33 കൂടില്ല, കൂടാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മായി അളിയാ, പൊന്നളിയാ, നീ എവിടെ ആയിരുന്നു അളിയാ? എന്റെ പൊന്നളിയാ, കൈയെടുക്കാൻ നിനക്ക് എന്ത് വെച്ചോ? ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹമോ? എന്തിന്? അത് കളാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഒളിച്ചു വെക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതിപ്പോ തന്നെ മാറ്റിയേക്കാം. എനിക്ക് നിന്നോട് അശേഷ സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിന്നോട് അർപ്പും വെറുപ്പാണ്. ഇറങ്ങട്ടെ വെളിയിൽ. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹമല്ല, കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും. എനിക്കറിയാളിയാ, അതാളിയാ സ്നേഹം. ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും. അതൊരു മരണത്തിൽ കലാശിക്കും. അതാണല്ലേ സ്നേഹം. ഇതെന്താ? ഇതെന്താ? ലിപ്സ്റ്റിക്കോ? എന്താണ്? ചോദിച്ചിട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താ സെന്നിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്നിന്റെ മണം കാണും. അതിനകത്ത് അസുഖപ്പെട്ടിട്ട് കാര്യമില്ല. ഫോണിവിടെ പത്മ ഉണ്ടോ? ദൈവമേ, ഞാനാ ശ്രീകുട്ടി. ചേട്ടൻ എന്താ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ? അത് പിന്നെ ഞാൻ ഒരു വലിയ ഫോട്ടോ എടുപ്പ് പരിപാടിയായിരുന്നു. അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആകെ ബിസി ആയിപ്പോയി മോളെ. അതാ ഞാൻ വരാം. ഹലോ, എന്ത് പറ്റി ചേട്ടാ? ഒന്നും പറ്റിയില്ല, ശബ്ദം പോയി. നല്ല സുഖമില്ല. ആ, പിന്നെ വിളിച്ചാ മതി. ആ, ആരാ വിളിച്ചത്? ഡാഡിയാ. വെസ്റ്റ് ജർമ്മനിയിൽ ഒരു ഗോൾഡൻ പോമറേനിയൻ പട്ടിയെ കൊണ്ടുതരുന്നു. അതിനല്ല സുഖമില്ല, അത്ര കഷ്ടമായി പോയി. What happened? What happened, ശ്യാം? ശബ്ദത്തിന് എന്ത് പറ്റി? എന്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. പോവും, പിന്നെ തിരിച്ചു വരും. ഓഹോ ശ്യാം, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ? ഞങ്ങളുടെ ഫ്ലൈറ്റ് മുഴുവൻ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 11:30 എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ 7:30 തന്നെ ലാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കൊരു ദിവസം 3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അല്ലേ? യെസ്. അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്ത് തന്നെയാണോ? ഇല്ല, അത് മാറും. രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞതാ, ഞാൻ കേട്ടതല്ലേ. സത്യം പറയൂ, ശ്യാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത്? നീ അല്ല ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല. ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ. ആരാ ഇന്ദുമേനോൻ? ഒരു ഇന്ദുമേനോൻ എഴുതിയ കത്ത് ഇവിടെ ഇരിക്കുന്നു. ഇന്ദുമേനോനാ? ഞാൻ എഴുതിയതായിരിക്കും. അതിന് നിന്റെ പേര് ഇന്ദുമേനോനാണ്? വഴിയാണോ ഒരു പെണ്ണ് ഇവിടെ എടുത്തെഴുതി വെക്കൂ. അറിയാം, നമുക്കിത് കണ്ടുപിടിക്കാം. നിനക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോടാപ്പില്ലേ. പക്ഷെ എനിക്കറിയണം ആരാ ഇത് എഴുതിയെന്ന്. അത് പിന്നെ ഇന്ദു ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ലെറ്റർ. അതെനിക്കറിയാം. ഇത് ആരെഴുതി, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം. ആരാണ് ഇന്ദു മേനോൻ? ഓ, ഇന്ദു മേനോൻ. ആ, ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോനില്ലേ? മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു. മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ മേനോത്തി ആണോല്ലോ ഇന്ദു മേനോൻ. ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും. ഇതെങ്ങനെ എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ചിന്തിക്കുന്ന എനിക്ക് വളരെ സങ്കടമുണ്ട്. സോറി ശ്യാം, ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പോസിറ്റീവാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്.
ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് 3 or 4 കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈയിടെ എന്ന് പോലെയാണ് ഈ ഹിന്ദുക്കൾക്ക് 3 or 4 കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്. ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അട്ടെ, എന്തുദ്ദേശിച്ചില്ല അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ 3 ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവുക? എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല് 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 ചെല്ല്. എന്നാലും എനിക്കൊരു മനോവിഷമളിയാ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണ്? ഉറപ്പാണളിയാ. ആ, എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ പോലെ ഒരു ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയാ. അല്ലെ, കൈ കൊടുക്കളിയാ. ശരിയാവൂല. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, അതിന് ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞ് തൊലയണ്ണ. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാത്ത കാര്യം ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ. വെച്ചു. എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അണ്ണൻ പാരവയ്ക്കാൻ ഇറങ്ങിയിരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവനിപ്പം സ്ഥലം മാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു. അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗറാണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ. ഓ, എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായിയെ കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയുമോ? ആ കണ്ണിച്ചുവരയില്ലാത്തവൻ. ശരി, പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉലുവ. മഹാഭാവി. അടിമപ്പണി എന്നേ ഈ ലോകത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അലവനാഥി. ഒന്ന് ആലോചിക്കുമ്പോ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ്. ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക. അതാണ് അവന് വളം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി ശമ്പളം ഞാൻ തരും. ഇതിന് ഇരട്ടി സ്നേഹം ഞാൻ തന്നേനെ. കൂടുതൽ സംസാരിച്ച എന്റെ 3 ധ്യാനം തരും. അമ്മായി ഒരിക്കലും. പന്ന കഴിവറുടെ മോനെ, നീ എനിക്കൊരു പാരയും വാങ്ങിച്ചോണ്ട് ആളിനോടാ ബോംബെന്ന് വന്നിരിക്കുന്നത്. എന്തോന്ന് വാങ്ങിച്ചെന്നാ അളയാ? ഈ പുറപ്പെടുന്ന ധൃതിയിൽ അളയിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അതെ, വാങ്ങിക്കാനല്ല, അതിലും വലിയ ഒന്ന് കനച്ച് തരാനാ വന്നിരിക്കുന്നത്. നീ ഇനി ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വാങ്ങിക്കും. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലോടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു അല്ലടാ? നിന്നെ കൂടും കുടുക്ക എടുക്കും. നീ ഒന്നും ആലോചിക്കണേ. അടിച്ചു പൊട്ടിക്കും. ഇതെല്ലാം കെട്ടിപ്പറക്കരുതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങണം. ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത്. അവസാന തീരുമാനമാണോ? നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാലേ ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ഇനി ഞാൻ എവിടെ പോകാൻ? ആ ശ്രീകണ്ഠൻ നായരുടെ. അല്ല, പിന്നെ ശ്രീകണ്ഠൻ നായരോ? അല്ലടേ, ആ ശ്രീകണ്ഠൻ നായർ അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue, ടി നഗർ. അല്ല, ശ്രീകണ്ഠൻ നായർ നീ ആയിട്ട് എന്താ ബന്ധം?
ഒരു ബന്ധമില്ല. അല്ല, പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് അല്ല ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യാനേ നീയും ശ്രീകണ്ഠനായരുമായിട്ട് വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ടറിയാ, വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ടെ. അതാണളിയാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ. അതാണളിയാ സ്നേഹം. വേണ്ടളിയാ, അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? ഞാനോ? അളിയന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ. പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ 1 2 കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ? കൊടലേ കൈ. അങ്ങനെയാണ് നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ സ്കോച്ചിനകത്തുനിന്ന് ഒരു പെക്കിങ് എടുത്തത്. ഞാൻ കണ്ട് ഗുഡ് ബൈ. അയ്യോ, അല്ല അമ്മായി എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. എനിക്ക് വയ്യ, ഇവിടെ നിൽക്കാൻ ഒട്ടും വയ്യ. അമ്മായി, ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി. അമ്മായി എങ്ങോട്ടും പോവില്ല. പിള്ളേരുടെ കുസൃതിയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി അങ്ങോട്ട് വയ്യ, ഞാൻ പോകുന്നു. അമ്മായി, ഞാൻ വിടൂല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ. അളിയാ, ഒരു അമ്മയെ പോലെ അളിയാ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്നെ തള്ളേന്ന് വിളിച്ചതും തള്ളി താഴെയിട്ടതൊക്കെ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഈ തള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവന്റെ അമ്മയെ തള്ളി താഴെയിട്ടാലും ഞാൻ പറയും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന്. അതെ. അമ്മായി ഒരു കാര്യം ആലോചിക്കണം. കുറച്ചു മുമ്പ് ഇവനെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവിടെ 4 പ്രാവശ്യം തലക്കടിച്ചില്ലേ? എന്നിട്ട് മുമ്പെല്ലാം പറഞ്ഞോ എന്താ സ്നേഹം, ആത്മാർത്ഥ സ്നേഹം. അമ്മായി, ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മ ഒരു സ്മോൾ അടിക്കണം. വായിലൊഴിച്ച് കൊറേ അടിക്കണം. എങ്ങും പോകണ്ട അമ്മായി, എങ്ങും പോകണ്ട. വാളിയാ, നമുക്ക് സ്റ്റൈലായിട്ട് കുടിക്കാം. എന്താന്ന് ഇതാ ടിക്കമ്മായി. എന്താ ബോംബെ ഫ്ലൈറ്റ്? ഹലോ. അല്ലെന്താ ലീവിലാണോ? ഫ്ലൈറ്റ് സമയം മാറ്റിയതിപ്പോ വലിയ സൗകര്യമായി. ഇന്ദുവിന് അത് വളരെ സൗകര്യമായി, പക്ഷെ മറ്റു പലർക്കും അത് വളരെ അസൗകര്യമാണ്. അതെന്താ? അല്ല, ഈ അപ്രതീക്ഷിതമായ ലാൻഡിങ്ങും ടേക്ക് ഓഫും നമ്മുടെ ഒരു ടൈമിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോകുമേ. ഇപ്പോഴത്തെ ടൈമിംഗ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തതാണ്. പലർക്കും ഈ സമയം മാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. എങ്കിലും ഈ സമയമാറ്റം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ എനിക്കറിയാം. ആരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം. അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ എയർലൈൻസിന് കഴിയുമോ? അതില്ല. കുറച്ചുനാൾ ഒരാൾ സൂഹിക്കുമ്പോ ബാക്കി കുറച്ചുനാൾ വേറൊരാൾ സൂഹിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ന്യായം. That's right. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നറിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൊളുത്ത് വീണ പോലെ ഇവിടെ ഒരു പെയിൻ. വശക്കരായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണും. ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞോളൂ. ഇന്ദു തെറ്റിദ്ധരിക്കും. ഞാനോ? എന്തിന്? ഷുവറായിട്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ? ഇല്ലെന്നേ. സത്യം. സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു. ഓ, ഐ എം സോറി. അയ്യോ, എത്ര വർഷം കിടന്നു? എവിടെ? ജയിലിൽ. അയ്യോ, ആ തടവല്ല, ഐ മീൻ ഈ തടവ്. ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ്. റിയലി? യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും. പ്ലീസ് ഹെൽപ്പ് മീ അനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ട,
ഇന്ദു അകത്തെന്ന് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ എണ്ണയുമായി തങ്ങി വരാം. അയ്യോ ഇത് നല്ല ഇനമാ, കംപ്ലീറ്റ് തടയാൻ. റിലാക്സ് 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 റിലാക്സ്. പോയി പോയോ? ഇങ്ങനാക്കി ഇങ്ങനെ അങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. പോയി. ഉളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല. ഫോട്ടോ ഞാൻ ശരിയാക്കണം. അപ്പുറത്ത് റൂമിലെടുക്കും. നശിപ്പിക്കും. അപ്പുറത്തെ റൂമിൽ ഈ തുണി പോയതിനകത്ത് തരാം. ഈ തുണി ഹലോ അനിൽ, എപ്പോ വന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? പരമസുഖം. നീ എപ്പോ വന്നു? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഐ ഫീൽ ഹംഗ്രി. കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അല്ല, ആകെ കൂടി അബദ്ധമായ നീ ഇതിന്റെ അകത്ത് അടയിരിക്കാണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആ കൂടെ കുഴപ്പമാണോ? എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതിന്റെ ഇടയിൽ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരാണ്. ഇപ്പൊ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാണ്. എന്റെ ഫ്ലാറ്റിൽ കയറി വന്ന് എന്നെ ഇറങ്ങിപ്പോ പറയത്തറ. നോക്കിക്കോ, നീ ഇതിനനുഭവിക്കും, നീ ഇതിനനുഭവിക്കും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അനുഭവിച്ചോളാം. കേൾക്കും. എന്നിട്ടുണ്ടല്ലോ. അയ്യോ നോൺസെൻസ്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിനകത്ത് മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ലെന്ന്. അതെ. സോറി, റിയലി സോറി. മീറ്റ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് മിസ് അനിൽ. എനിക്കറിയാലോ. റിമെമ്പർ വാട്ട് ഐ സേ ഈസ് ഈ മീനെ കുറച്ചൊക്കെ ഇവൻ പറഞ്ഞിട്ട് വാങ്ങിച്ചാ. ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കതത്ത് പുറത്ത് കളയാം. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വല്ലതും കഴിക്കുമ്പോ അതിന്റെ മണം ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതെ. അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന ഒരിടത്ത് വെച്ച് എന്റെ പത്മാഹാരം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വി വിൽ ഗോ ഔട്ട്. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാവാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രത്യേകിച്ചും ഇങ്ങനെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ. അപകടമോ? അപകടം എന്ന് ഞാൻ പറഞ്ഞത് ഈ മണത്തിന്റെ മീൻ അല്ല, ഈ മീനിന്റെ മണം. ഈ മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവര് അത് ശ്വസിക്കുന്നത് തന്നെ ക്യാൻസർ ഉണ്ടാവും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിയലി ട്രൂലി താങ്കിങ് യു. യു ആർ സിൻസിയർലി. ശ്യാമിന്റെ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ. ഈ തമാശയൊക്കെ അവന് ഞാൻ പറഞ്ഞു കൊടുത്താ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം. കോമൺ സെൻസ് നിനക്കതില്ല. നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കോ. ഞാൻ വേഷം മാറിട്ട് വരാം. ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, സത്യം മാറുന്നേ. ഞാൻ പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തിന് അനുഭവിക്കാൻ വരും. പറഞ്ഞില്ല ഭീഷണിപ്പെടുത്താണോ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ സമ്മതിച്ചു. എനിക്ക് ഷർട്ട് മാറുന്നേ. എവിടെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം. നിനക്ക് പറ്റ പിടിച്ച മനുഷ്യ ചോദ്യം തരില്ല. ഇതെന്താ? ഏതെന്താ? ഏത്? ആരുടെ തന്നെ ലേഡീസ് ബാഗ്? അതെ, ആരുടെ തന്നെ ലേഡീസ് ബാഗ്? ഓ, ഇത് എന്റെ ബാഗാണ്. നോക്കൂ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. പത്മ ഒരുങ്ങുന്നില്ലേ? എന്തിന്? ഡിന്നറിന് പോകാൻ. ഞാൻ പോകുന്നില്ല. അതെന്താ? നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ. എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾത്തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കട ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു 7 കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്തൊരു റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി വല്ല ഹോട്ടലിൽ പോയാൽ മതി. അനിൽ, പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ അവിടെ നിനക്കില്ലല്ലോടാ. പെതുക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്താണെന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കിപ്പം മനസ്സിലാടാ. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂടിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അത്രക്കാണ്. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ശ്യാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്താടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാര് വന്നാ ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നീ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖരാടാ. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം,
എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തുപോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ മുറി വേണ്ട, ആ മുറി എടുത്തോ. അതെന്താ? അവിടെയാണ് കൂടുതൽ സൗകര്യം. എടാ, കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. പട്ട പഠിച്ചാണോ അതൊക്കെ? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. എന്റെ ഉള്ളിൽ വേറെ പത്മ ഉണ്ടെന്നോ? വാട്ട് യു മീൻ? മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കണോ? ഈ പത്മ മറ്റേ പത്മ കൂട്ടിമുട്ടിയാൽ ഇതുവരെ നിനക്ക് മനസ്സിലായില്ലോ? പത്മ എതിർത്ത് സംസാരിച്ച് എന്നെ കൊന്നാളയും. ഓക്കെ, സി അനിൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ പറയാം. എന്റെ കുറെ സ്വകാര്യ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അതാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് എന്റെ സ്വകാര്യ വസ്തുക്കൾ? എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം പത്മയ്ക്ക് കാണാൻ പാടില്ലാത്താണോ? അത് മാത്രമല്ല, എന്റെ 1-2 അണ്ടർവെയറുകൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കി പ്ലീസ്. ശരി, ഞാൻ അടുത്ത മുറി പോയിക്കോളാം. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേടി കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലായിരുന്നത്. എടാ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത്. What happened? ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഒരു ഷോക്ക് അടിച്ചില്ല, രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഗുഡ് ബൈ. അല്ലയാ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന് പ്രായം നോട്ടമില്ലല്ലയാ. ശ്യാം, എന്താ കാര്യം? നോക്കിന്ദു, അനിൽ പോവാണെന്ന്. എന്തു പറ്റി അനിൽ? എന്തിനാ പോകുന്നത്? ഇന്ദു പറയാണെങ്കിൽ ഞാനെങ്ങും പോകുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും നേരത്തെ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ? ഞാനില്ലേ ഇവിടെ. ഇങ്ങോട്ടെ, ഞാൻ വേഗം വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ് റെഡി. ആർക്കാ വെജിറ്റബിൾ സൂപ്പ്? പിന്നെ വെജിറ്റബിൾ സൂപ്പ് വന്നിട്ട് പിന്നെ അനില്ല. അതെ, ഇവനില്ലേ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി പ്രധാന ആഹാരം അതാ. ചേച്ചേ, ചുമ്മാതല്ല അനിൽ പിത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പും കോപ്പും വെളി കളഞ്ഞത്. ഇനി ഇന്ദുവിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ആഹാരം ഞാൻ കഴിക്കത്തില്ല. അതെടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ എന്റെ റെഗുലർ എക്സസൈസ് ചെയ്യട്ടെ. എക്സസൈസ് ചെയ്തിട്ട് വരുമ്പോ ഞാൻ ചിലപ്പോ ഉണ്ടാവില്ല. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ബി സില്ലി. നിനക്ക് ഇതെന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതങ്ങനെ തോക്കിനകത്ത് കയറി വെടിവെച്ചോണ്ടിരിക്കല്ലായിരുന്നോ? എന്താ ഇത്? ഇതുവരെ നിങ്ങളുടെ വഴക്ക് തീർന്നില്ലേ? എല്ലാം തീർന്നു. അന്തരീക്ഷം പരമാവധി ശാന്തം. ഇനി നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം. എന്ത് പറ്റി? മനസ്സ് മാറിയോ? പത്മയുടെ ഇഷ്ടം ഹോട്ടലിൽ പോണെന്നല്ലേ? നിങ്ങൾ വഴക്ക് കൂടണ്ടെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചല്ലേ. ആഹാരം ഇവിടെ മതി. അയ്യോ, അത് വേണ്ട. ഞാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. എത്രയും വേഗം ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാൻ എന്റെ മനസ്സ് വെമ്പുകയാണ്. എന്റെ ഇഷ്ടമാണ്. ശ്യാമിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞതോ? അതെ അതെ, ഇഷ്ടം ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ചില പ്രത്യേക ഗുരുതരാവസ്ഥയിൽ. ചിക്കൻ സൂപ്പ് റെഡി. ആർക്കാ ചിക്കൻ സൂപ്പ്? നീ വന്നേ. പിന്നെ ഈ നമ്മളെ പുറത്തു പോവാൻ പ്ലാൻ ഇട്ടതുകൊണ്ട് പിന്നെ ഈ ചിക്കൻ സൂപ്പ് ഇവനുമല്ല. ഇവനെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി ചിക്കൻ സൂപ്പേ കഴിക്കൂ. ഇനി അഭിപ്രായം മാറത്തില്ലല്ലോ? ഇല്ല, മാറില്ല. പിന്നെ സമയം ഞാൻ വേഷം മാറിയിട്ട് വരാം. തലവേദന ഭയങ്കര തലവേദന ഇവന്. ആണോ? ആശുപത്രി കൊണ്ടുവരാം. ആന്റി, എന്റെ ഡ്രസ്സൊക്കെ എവിടെ? എന്തിനാ അവിടെ ഒട്ടി നിൽക്കുന്നത്? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ പോണില്ല. താങ്ക് യു. ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. സംശയമുണ്ടോ? എവിടെ പോയാലും എന്റെ ഇന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ? പോയിട്ട്
ഓക്കെ ബൈ. പിന്നെ I am also ready. It's beautiful. Fantastic. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്. ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് പുറത്തു വരാം. പറഞ്ഞാലും തീരുന്നില്ലേ? 5 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. വന്നില്ല ഞാൻ പോവും. ബ്യൂട്ടിഫുൾ ഡ്രസ്. പൊന്നളിയാ, ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും നീ ഹിന്ദുവിനെ കുട്ടി എവിടെയെങ്കിലും പോണം. ഞാൻ വിളിച്ചാ വരുവളിയാ. അതൊക്കെ നിന്റെ മിടുക്ക്. എന്റെ സുഹൃത്ത് എന്നല്ലേ നീ അവളെ ഡിന്നറിന് വിളിക്കണം. എന്നോട് സ്നേഹം കൊണ്ട് അവൾ നിന്റെ കൂടെ വരും. അറിയാ, ഞാൻ പറഞ്ഞ. അയ്യോ ശ്യാം ഇതുവരെ പോയില്ലേ? ശ്യാം തിരിച്ചു വരുന്നത് വരെ ഐ വിൽ നോട്ട് ഹാവ് മൈ ഡിന്നർ. ഓ, സോ സ്വീറ്റ് ഓഫ് യു ഡിയർ. വസന്തരാവിന്റെ വാതിൽ തുറന്നു വരും മലർ കിളിയേ, ഒന്ന് പോടാ മലർ കിളിയേ ഒന്ന്. ഈ പാട്ടിനാണ് കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഗായകനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അനിൽ പാടും? കൊള്ളാം, പാടുവന്ന. ഇന്ദുവിന് പാട്ട് ഇഷ്ടമാണോ? വളരെ. അങ്ങനെയാണെങ്കിൽ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം. എന്താണ് അഭിപ്രായം? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ ആവില്ല. ഇന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധ്യയിൽ തനിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്, ഇന്ദു വരണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ തോന്നിയതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിക്കില്ല എന്നാണ്? അല്ല, അനിലിനെ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു ഇന്ദു, താങ്ക് യു. ചെല്ലു, ഡ്രസ് ചേഞ്ച് ചെയ്യൂ. ബൈ ഗോയിങ്. അയ്യോ, അമ്മ എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവാണ്. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മായി, ഇതൊരു പിള്ളേർ കളിയായി കണക്കാക്കി കൂടെ. കളി കാര്യമാകുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടും. അയ്യോ അമ്മായി, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. എന്താ എത്ര അതിശയം? അമ്മായി, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൈവിട്ട് പോകരുത് അമ്മായി. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോവും. മാറി മാറി തോന്നി പൊയ്ക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ നീ ആര്? അത് തന്നെ, അമ്മായി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മായി അകത്തോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല. അതിനെ വേറെ ആളെ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോന്ന്. പറയാൻ ആളൊന്നും. ശ്യാമ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എലീന വരുമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു? ഫ്ലൈറ്റിന്റെ സമയം മാറി വിവരം ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോ മറന്നു കാണും. നോ 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 നോ, ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എലീന, എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. അനിലിന്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു. അടുക്കുമ്പോഴല്ലേ ആഴം അറിയൂ. ഓക്കെ, ശ്യാം വന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിടുന്ന ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. പക്ഷെ ഇവിടെ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അതല്ല അനിലിന്റെ ഇഷ്ടം. ശരി, എന്നാലും ഒട്ടും താമസിക്കണ്ട. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട്. ഓക്കെ, ഈ മുറി വേണ്ട, ആ മുറിയിലോട്ട് പോയിക്കോളൂ. വൈ? എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ഈ മുറിയിലുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. പോവാം. നമുക്ക് ഏത് റെസ്റ്റോറന്റിൽ പോകാം? അതിപ്പോ എന്തോ ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും നമുക്ക് പോവാം. ആരുടെ ബാഗ്? ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലാണ് ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ലേഡീസ് ബാഗ്? ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല, ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെന്റ്സ് ബാഗാണ്. കണ്ടാ പറയത്തില്ലല്ലേ? ഹൗ ഇസ് മൈ ഡ്രസ്? ഡ്രസ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു സ്കാർഫ് കിട്ടിയാലോ? നന്നായിരിക്കും, ബ്യൂട്ടിഫുൾ. സമയമില്ല, നമുക്ക് ഉടനെ പോവാം. ജസ്റ്റ് എ മിനിറ്റ്. വേഗം വരണം, ഉടനെ പോണം. റെഡി? ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്റെ ബാഗ് എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇത് ലീനയുടെ ബാഗ്. ഇതിന്റെ സൗന്ദര്യം ഞാൻ നോക്കിയായിരുന്നു. നോക്കൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബാഗ്. ഇതേതാ ബാഗ്? ഇത് ബാഗ്, ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗാണ്, ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. ഇപ്പോഴാണ് മനസ്സിലായി ഈ ബാഗ് അല്ല, ഈ ബാഗാണ് എന്റെ ബാഗ് എന്ന്. ഇതാണ് ബാഗ്, എന്റെ ബാഗ്. ആകെ അബദ്ധം തന്നെ. അതെ അതെ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗ് ഇത് പിടിക്കട്ടെ. കമോൺ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു? ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം? ദയവ് ചെയ്ത് പറയണം. പിന്നെ 2 പേര് പോയി. അല്ല, 2 പേര് ഇപ്പൊ പോകുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോയാൽ വരെ എന്താ ചെയ്തു അതിനെപ്പറ്റി അറിയേണ്ട കാര്യം എനിക്കില്ല.
എലീന വരൂ. ഐ എം റെഡി. ഞാനൊന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ പ്ലീസ്. പത്മ 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 പ്ലീസ് ഡോണ്ട് ബി സിലി പത്മ. ഞാൻ പറയുന്നത് കേൾക്കാം. ശ്യാമിന് എന്നെക്കാൾ വലുത് ആ ഫോൺ തന്നെയാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ? അത് ഇവിടെ ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ? എനിക്കൊന്നും തോന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ അതാ അതാ. ഒരു ദോഷമില്ല. ഞാനിപ്പോ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ? നിന്റെ വരവും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും. എന്റെ എലി അല്ല എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഖയെ പോലെ എന്റെ ഇന്ദു അല്ല എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യയോടെ ആദ്യം അങ്ങോട്ട് കേൾക്ക്. തോക്കിനകത്ത് വെടിവെക്കരുത്. മറ്റവളുണ്ട് അറിയാതെ ഇവിടെ വന്ന് കയറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിൽ കിട്ടണ കഴിവരെ കൊണ്ടുവരാൻ നീ അങ്ങോട്ട് എഴുന്നള്ളൊന്ന് പറഞ്ഞു തരണം. ആ പുല്ലേ ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ നടടാ. എന്നിട്ട് ഇന്ദു എവിടെ? ഇന്ദു അല്ല എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഇന്ദുവായിട്ട് വരാൻ നിന്നപ്പോ എലീന വന്ന് കയറി. പിന്നെ അവളുമായിട്ട് പോന്നു. എന്നിട്ട് ഇന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ ആ കൂടെ ചളയാ. താങ്ക് യു. അളിയ അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും അളിയ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പത്മയെ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്നുവിനെ പത്മയുടെ മുറിയിൽ നിന്ന് മാറ്റാൻ പറയണം. എങ്ങനെയെങ്കിലും അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. അവിടെ കാണുന്നില്ല. കാണും. നീ നോക്ക്. അയ്യോ എന്റെ കൂടെ വന്ന ആളെവിടെ? ഇങ്ങോട്ട് വന്നില്ല. ടാക്സി. പത്മ പത്മ don't go. പത്മ പത്മ കുട്ടപ്പ വണ്ടിയുടെ വണ്ടി എടുക്കും. വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. വണ്ടി എടുക്കൂ. വണ്ടി നിർത്താൻ. വണ്ടി എടുക്കാൻ. ഡ്രൈവർ വണ്ടി എടുക്കൂ. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി ഇവിടെ ഇടത്തോട്ട് ഇടത്തോട്ട്. എന്നിട്ട് അവരൊന്ന് ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ, എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലെ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറിയിൽ പോയി കുളിച്ചോ. പോ.
തലക്ക് പിടിക്കാൻ എന്നെയല്ല തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ അയ്യോ ഐ ലവ് യു. ഐ ടു. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. ദേ എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല നീ കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മയ്ക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. നോൺസെൻസ്. ഓക്കെ, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. ദേ കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ. കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ല അളയാ. ഓ മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അയച്ചു. അളിയ ഗുഡ് ബൈ. നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായി അളിയ, മതിയായി. ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണ് അളിയ. നിത്യാബോധങ്ങളെ ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്. അതായിരിക്കും ഇതിനും ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും. നാളെ കാലത്ത് എല്ലാം പിരിയും. പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മേന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ? ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. ഹലോ ഹലോ. പതുക്കെ, മറ്റുള്ളവർ കേൾക്കും. മറ്റുള്ളവരോ? ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവിടെ 3 ഉള്ളൂ. എന്നാലും അവിടെ അടുത്ത ഫ്ലാറ്റിലുള്ളവർ കേൾക്കണ്ടല്ലോ. രാത്രിയില് ഞാൻ ശ്യാമിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്യാമിന് എന്നോട് അശേഷം ആത്മാർത്ഥയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ക്ഷമിക്കില്ലേ? അത് പിന്നെ സംശയമുണ്ടോ? ഞാനത് അപ്പോഴേ ക്ഷമിച്ചില്ലേ? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫൈൻ മോർണിംഗ്. താങ്ക് യു. ആരേത്? ആരേത്? നിങ്ങൾ തമ്മില് പരിചയമില്ലല്ലേ? ഇതാ അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഫ്ലൈറ്റിന് സമയം. ഞങ്ങൾ വരട്ടെ. ശ്യാം, പരിചയപ്പെടുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് ഞാൻ മറന്നു. ഇത് പത്മ സുബ്രഹ്മണ്യം. ഞങ്ങൾ വരട്ടെ. പരിചയപ്പെടുത്തൽ പൂർണ്ണമായില്ല. പത്മ സുബ്രഹ്മണ്യം ഈ വീടിനകത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാ ചോദിച്ചത്. ഇവിടെ അത് പറയാൻ മറന്നു. പത്മ ഒരു
പത്മ ഒരു എയറോസ്റ്റസ് ആണ്. എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കോടെ. അല്ല് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എയറോസ്റ്റസ്. നിങ്ങൾ ഈ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ യൂണിഫോം ധരിക്കായിരുന്നു. അതെ അതെ, എയറോസ്റ്റസ് ആണെങ്കിൽ യൂണിഫോം വേണമല്ലോ. ഇപ്പൊ ക്ലാർക്കോ ബാങ്കിലോ ജോലിക്കാരാണെങ്കിൽ യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. പത്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമായി. അനിലിനെ കുട്ടി പരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇവർ ഈ വീട്ടിൽ എന്തിനു വന്നു? അനിലിന് ഇങ്ങനെ ഒരു കാമുകനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. എവിടെ വെച്ച് പരിചയപ്പെട്ടു? അവിടെ വെച്ച് ഇവിടെ വെച്ച് തന്നെ. ശ്യാമം ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം? ശ്യാം, പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ശ്യാം എന്തുകൊണ്ട് ഈ കുട്ടിയെ വ്യക്തമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? എന്റെ ഭാവിവരനാണ് ശ്യാം. ശ്യാം എന്ന് മുതലാണ് നിങ്ങളുടെ ഭാവിവരനായത്. ഒത്തിരി നാളായല്ലോ. ഓഹോ, മിസ് പത്മ, ഒത്തിരി നാളായി നിങ്ങളുടെ ഭാവിവരനായി കഴിയുന്ന ശ്യാമിന്റെ ഭാവി വധുവായിരുന്നു ഇന്നലെ വരെ ഞാൻ. അതെ, പിന്നെ ഇവിടെ എന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. അതെ, പിന്നെ ഇവൾ പിന്നെ അനിലിന്റെ കാമുകിയായപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. ഈ പരിചയപ്പെട്ട ഇന്നലെ ആണെങ്കിലും പ്രേമം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതാണല്ലോ പ്രശ്നം. അതെ, അത് ശരി. രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അനിലിനെ എലീനെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് തന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ പത്മ എന്റേത് മാത്രമാണ്, എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളോട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി. നിങ്ങൾ മാത്രം. സത്യം, സത്യം. ശ്യാം, എന്താ ഇത്? ആരാ ഇതൊക്കെ? എന്നാ പിന്നെ ഞാനും കൂടെ വരണ്ട. അങ്ങനെ കഥയുടെ ക്ലൈമാക്സും തുടങ്ങി.